ഹായ് ഫ്രണ്ട്സ്, ഐ എം റഷീദ് അലി, ഓവർസീസ് എഡ്യൂക്കേഷൻ കൺസൾട്ടന്റ്. ഇന്ന് നമ്മോട് അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ശ്രീകാന്തിന്റെ ഫാദർ പ്രശാന്ത് സാറാണ്. പ്രശാന്ത് സാറ് കാലിക്കറ്റിൽ തന്നെയാണ്. അപ്പോൾ സാറിന്റെ മോന് എജുസോൺ ത്രൂ വിദേശത്ത് പോയി മെഡിസിൻ എല്ലാം MBBS കഴിഞ്ഞു, തിരിച്ചു വന്ന് ഇവിടുത്തെ FMG എക്സാം ക്ലിയർ ചെയ്തു, ഇന്റേൺഷിപ്പ് ക്ലിയർ ചെയ്തു. അതിനുശേഷം ഡോക്യുമെന്റ് അറ്റസ്റ്റേഷൻ, എംബസി അറ്റസ്റ്റേഷൻ എല്ലാം കഴിഞ്ഞ് ഓഫീസിൽ വന്ന സമയത്ത് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ സാറടുത്ത് സാറിന്റെ എക്സ്പീരിയൻസ്, കാരണം ഒരു സ്റ്റുഡൻറ്റിനെ നമ്മൾ പുറത്തേക്ക് അയക്കുമ്പോൾ സാറിനും ആ സമയത്ത് ഉണ്ടായ ആധികൾ എന്തൊക്കെയാണ് എന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചറിയാം. ഹായ് സാർ, എന്തൊക്കെയാണ് സാറിന് ഒരു വിദേശത്തേക്ക് സ്റ്റുഡൻറ്റ് പോകുമ്പോൾ, എസ്പെഷ്യലി നമുക്കറിയാലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ MBBS ട്രൈ ചെയ്തിട്ട് കിട്ടാത്തതുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ പുറത്ത് പോയി കഴിഞ്ഞാലുള്ള അവസ്ഥകൾ സാറിന് ഫീൽ ചെയ്തത് ജസ്റ്റ് ഇനി പോകാൻ ഉദ്ദേശിക്കുന്ന പാരന്റ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ്. സാറിന് എന്താണ് ഒരു മകൻ അവിടെ പോയിട്ട് ഒരു ബുദ്ധിമുട്ടും അങ്ങനത്തെ വന്നിട്ടില്ല. പഠിക്കാനുള്ള എല്ലാ സഹായങ്ങളും ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ എല്ലാ കാര്യം നിങ്ങൾ ഇവിടുന്ന് അന്വേഷിച്ച് വിവരങ്ങളൊക്കെ ഞങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ പഠിത്തത്തിലും അവന് 3 പ്രാവശ്യം സ്കോളർഷിപ്പ് വാങ്ങി. പിന്നെ ചൈനയിലെ നിംബോ യൂണിവേഴ്സിറ്റിയിലെ അപ്പോൾ അതിലൊക്കെ വളരെ നല്ല ഹാപ്പിയാണ് ഞങ്ങൾ. ഇപ്പോഴും അത് അവന് MDക്ക് എടുക്കണമെന്നുള്ളതിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. MDക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. എവിടെ പ്രിപ്പയർ ചെയ്യുന്നത്? കോഴിക്കോടാണ്. കോഴിക്കോട് പ്രിപ്പയർ ചെയ്യുന്നത്, മെഡിക്കൽ കോളേജിന്റെ അടുത്ത്. ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെറ്റർ ഇതാണ്, എജുസോണാണ്. അതുകൊണ്ട് ഞങ്ങളത് സെലക്ട് ചെയ്തത്. ഒരു കാരണവശാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. എന്തൊക്കെ പറഞ്ഞു, ആ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്? എല്ലാം കിട്ടിയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഇല്ല. കുട്ടികളെ കാര്യം അന്വേഷിക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് കിട്ടാത്ത കാര്യങ്ങൾ അവർ അന്വേഷിച്ച് ഞങ്ങൾക്ക് റിപ്ലൈ തരുന്നുണ്ട്. അതുകൊണ്ടൊന്നും ഒരു ടെൻഷൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുപോലെ ഈ എക്സാം അവിടുത്തെ പ്രിപ്പറേഷനെല്ലാം കഴിഞ്ഞ് പിന്നെ പാസ് ഔട്ടായി ഇവിടുത്തെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു മെയിൻ ഇന്റൻഷനാണ്. നെക്സ്റ്റ് ഇനിയിപ്പോ PG എഴുതി, PG പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. PG ഇന്ത്യയിൽ തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതിന്റെ പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോ ഒരു പുറത്തേക്ക് ഒരു സ്റ്റുഡന്റ് പോവുകയാണെങ്കിൽ ആസ് എ പാരന്റ് എന്നുള്ള നിലയ്ക്ക് അവർക്ക് നിങ്ങൾക്ക് എന്താണ് ഒരു ഉപദേശം നിലയ്ക്ക് കൊടുക്കാനുള്ള, എന്തെങ്കിലും ഷെയർ ചെയ്യേണ്ടതുണ്ടോ? കണ്ടമാനം എജുസോണെ പോലുള്ള കുറെ സ്ഥാപനങ്ങളുണ്ട്, ഏജൻസികൾ. അപ്പൊ അതില് ഞങ്ങൾക്ക് തോന്നിയത് ഇതാണ്. പിന്നെ ഇത്ര ഉണ്ടാവുന്നുണ്ട് മറ്റുള്ള ഞങ്ങൾക്ക് അറിയാൻ പറ്റില്ല. അവരെ സംബന്ധിച്ചോളം ഓക്കെയാണ്. ജിസോനെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞ എല്ലാ സംഭവങ്ങളും ഹാപ്പിയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന ഒരു സ്റ്റുഡന്റ് പുറത്തേക്ക് പോവുകയാണെങ്കിൽ പിന്നെ പാരന്റ് എന്നുള്ള നിലക്ക് സപ്പോർട്ട് ചെയ്യാനേ പറ്റുള്ളൂ, അല്ലേ? പഠിക്കലും മറ്റുള്ള കാര്യങ്ങളെല്ലാം സ്റ്റുഡന്റ് അത് ഇവർക്ക് ഉത്തരവാദിത്തമില്ല. അച്ഛനും അമ്മക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് പഠിക്കുക, അവര് ഇതല്ല ഉഴപ്പാനാവശ്യമുണ്ടെങ്കിൽ അവിടെ പോകേണ്ട ആവശ്യമില്ല. ചെയ്യാം. ഞങ്ങളെ അറിവില് കുറെ 2-3 കുട്ടികളെ ഞങ്ങള് ഈ സോണിലേക്ക് അയച്ച് പോയിട്ടുണ്ട്. അവരൊക്കെ നല്ല ഇതിലായിട്ടുണ്ട്. ഒരാൾക്കും ഒരു മോശമായിട്ട് അഭിപ്രായം കിട്ടിയിട്ടില്ല. 3 പെൺകുട്ടികളാണ്. 3 ഇപ്പോൾ ഒരു ഡോക്ടറാണ്. MBBS കഴിഞ്ഞു, ഡോക്ടറായി. കാരണം ഞാൻ പറഞ്ഞാൽ ഇപ്പൊ MBBS ആവുക, ഡോക്ടർ ആവുക എന്നുള്ളത് വലിയൊരു കടമ്പയാണ്. നമ്മൾ ഇവിടെ തന്നെ കുറെ ട്രൈ ചെയ്ത്, ഇവിടെ ചില ആളുകൾ നീറ്റ് 1, 2, 3 പ്രാവശ്യം എഴുതി കിട്ടാത്തവര് പുറത്തു പോകുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു കടമ്പ എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമല്ല, പ്രോഗ്രാം കഴിയുന്നവരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ PG പ്രിപ്പയർ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരു ഡോക്ടർ എന്ന് പറഞ്ഞു ഒരു ആജീവൻ സ്റ്റുഡന്റ് തന്നെ. അത്രക്കും എഫേർട്ട് ഇടാൻ പറ്റുന്ന ആളുകൾ മാത്രം ചൂസ് ചെയ്യേണ്ട. അതെ, തീർച്ചയായിട്ടും. അല്ലാത്തൊരു വെറുതെ അവിടെ പോയിട്ട് കറക്റ്റ് രക്ഷിതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ എത്രയോ സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരു MBBS ഡോക്ടർ ഡിഗ്രി മറ്റുള്ള ഡിഗ്രി പോലെ അല്ലല്ലോ. തീർച്ചയായിട്ടും നല്ലോണം പഠിക്കാനുണ്ടാവും. 6 വർഷം പ്രോഗ്രാം, 5 വർഷം പ്രോഗ്രാം, 1 വർഷം ഇന്റേൺഷിപ്പ്, അപ്പൊ അത് കഴിഞ്ഞ് ഇവിടുത്തെ എക്സാം, അത് കഴിഞ്ഞ് ഇവിടെ വേറെ ഇന്റേൺഷിപ്പ്, അങ്ങനെ കുറെ കടമ്പകളുണ്ട്. അപ്പൊ അതെല്ലാം തരണം ചെയ്യാൻ കഴിയും എന്നുള്ള ആളുകൾ മാത്രം പോയാൽ മതി. രക്ഷിതാക്കളെ പൈസ തീർക്കാനായിട്ട് പോകുന്ന മക്കളുണ്ട്.
അപ്പൊ അത് വളരെ ശ്രദ്ധിച്ചിട്ട് മക്കളെ കുറ്റം പറയുകയില്ല. അവര് നല്ലതിലാവാൻ വേണ്ടി രക്ഷിതാക്കൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതേമാതിരി ആ മക്കൾ ഇങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ലല്ലോ. അതാണ് പ്രശ്നം വരുന്നത്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോ പൊതുവെ ഇപ്പൊ സാറിന് പറയാനുള്ളത് വിദേശത്തേക്ക് MBBS പഠനത്തിൽ പോവാന്നുള്ളത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷെ അതിന്റെ ഉപരി അതിന് നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു അതിന്റെ ഇമ്പോർട്ടന്റ് ഉൾക്കൊണ്ടുകൊണ്ട് അത് മാക്സിമം പഠിച്ച് നമുക്ക് ഒരു ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിപ്പെടണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി ആയിരിക്കണം പോകേണ്ടത്. അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ചൂസ് ചെയ്യേണ്ട ഒരു കോഴ്സാണ് MBBS. എസ്പെഷ്യലി പുറത്താണെങ്കിൽ അകത്താണെങ്കിലും ഒക്കെ. പുറത്താകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ എന്ത് ചെയ്യണം, തീർച്ചയായും നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യണം. അവിടുത്തെ എക്സാമിനും അതുപോലെ അവിടുത്തെ ഇവിടെ വന്നിട്ടുള്ള ലൈസൻസ് എക്സാമിനും ഇനിയിപ്പോൾ അവിടുന്ന് വേറെ UK അല്ലെങ്കിൽ US ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ എക്സാമിനും നല്ലോണം പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുള്ള, ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ മാത്രം ചൂസ് ചെയ്യേണ്ട ഒരു കോഴ്സാണ് MBBS അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്തതിന് നന്ദി. താങ്ക് യു.